പൂരക്കാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് ഉത്രാളിക്കാവ് പൂരത്തിന് തുടക്കം കുറിക്കുകയാണ്. പൂരം മതിവരാ കാഴ്ചകളാണ്. അത് ഒരു കൂടിച്ചേരലാണ്. 1000 കാര്യങ്ങൾ തുറന്നു പറയുവാനും കേട്ടാസ്വദിക്കുവാനും കാണുവാൻ ഏറെയുണ്ട് ഉത്രാളിക്കാവിൽ. എനിടൈം ന്യൂസ് അവതരിപ്പിക്കുന്നു പൂരവിശേഷങ്ങൾ. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരവും പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ കുമരനെല്ലൂർ ദേശത്തെ അയ്യത്ത് നായർ തറവാടുമായി അമേധ്യമായ ബന്ധമുണ്ട്. ഉത്രാളിക്കാവ് പൂരം ദിവസം എഴുന്നള്ളിക്കുന്ന കോലം സൂക്ഷിക്കുന്നത് അയ്യത്ത് തറവാട്ടിലാണ്. അയ്യത്ത് തറവാട്ടിലെ മച്ചിലാണ് ഭഗവതി എന്ന് സങ്കല്പിക്കുന്ന കോലവും അതിലെ രൂപവും സൂക്ഷിക്കുന്നത്. ദിവസവും രാവിലെയും വൈകിട്ടും മച്ചിൽ ഭഗവതിക്ക് വിളക്ക് വെക്കും. അകത്ത് നെയ്വിളക്കും പുറത്ത് എണ്ണയിട്ടുമാണ് വിളക്ക് തെളിയിക്കുക. ഇതിന് ഒരു മുടക്കവും ഇന്നേ വരെ വരുത്തിയിട്ടില്ലെന്ന് അയ്യത്ത് കുടുംബത്തിലെ അമ്മുകുട്ടിയമ്മ പറഞ്ഞു. എത്ര മണിക്ക് ഇവിടെ വിളക്ക് വയ്ക്കും? രാവിലെ പുലർച്ചെ 4:30 മണിക്ക് മച്ചിൽ വിളക്ക് കത്തിക്കും, തൂക്ക് വിളക്ക് കത്തിക്കും, നെയ് വിളക്ക് അകത്ത് വയ്ക്കും. ഭഗവതിയുടെ അടുത്ത് വൈകുന്നേരം 5:30 മുടക്കം വരാറില്ല. തുളസി തറയിലും വയ്ക്കും, കുട്ടികൾ വയ്ക്കും. അത് വർഷങ്ങളായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ പൂരം ദിവസം ഇവിടുന്ന് കൊണ്ടുപോകും, തടുമ്പ് കൊണ്ടുപോകും.
ആണ്ടുകൾ പഴക്കമുള്ളതാണ് അയ്യത്ത് തറവാട്. അയ്യത്ത് തറവാട്ടിലെ അരവിന്ദാക്ഷ മേനോൻ, ശങ്കുണ്ണി മേനോൻ, ചിന്നൻ മേനോൻ എന്നിവർ ഭഗവതിയുടെ കടുത്ത ഭക്തരായിരുന്നു. ഇവരിൽ ചിന്നൻ മേനോൻ ഉത്രാളിക്കാവ് ഭഗവതിയുടെ ഉപാസകനായിരുന്നു. പണ്ട് ഉണ്ടായ കൊടും കാറ്റിൽ ഭഗവതി ഇരിക്കുന്ന പൂവമരം കടപുഴകി നിലം പതിച്ചിരുന്നു. ചിന്നൻ മേനോൻ അയ്യത്ത് തറവാട്ടിൽ നട്ടുവളർത്തിയ പൂവമരമാണ് പിന്നീട് ഉത്രാളിക്കാവ് ശ്രീകോവിലിനുള്ളിൽ നട്ടതും വനദുർഗയായുള്ള ഭഗവതിയെ പ്രതിഷ്ഠിച്ചതും. ഇന്നു കാണുന്ന പൂവമരം ചിന്നൻ നായർ സമർപ്പിച്ചതാണ്. അയ്യത്ത് തറവാട്ടുകാർ ഉത്രാളിക്കാവ് ക്ഷേത്രവുമായുള്ള പൂർവ്വകാല ബന്ധം ഇപ്പോഴും നിലനിർത്തുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഉത്രാളിക്കാവ് പൂരത്തിന്റെ കുമരനെല്ലൂർ വിഭാഗം പ്രസിഡന്റായി AK സതീഷ് കുമാർ പ്രവർത്തിക്കുന്നു എന്നത്. പൂരത്തോടനുബന്ധിച്ച് വീടുകളിൽ സാന്നിധ്യം അറിയിക്കുന്ന ആണ്ടി, തിറ, ഊതൻ എന്നിവയും അയ്യത്ത് തറവാട്ടിലെ ഭഗവതിക്ക് മുന്നിൽ ആട്ടം തീർക്കുന്നതും പതിവാണ്. ആചാരപ്രകാരം അരിയും നെല്ലും പണവുമെല്ലാം ഈ കുടുംബം സമർപ്പിക്കുന്നു. കുമരനെല്ലൂർ ദേശത്ത് ഭഗവതിയുടെ കോലം സൂക്ഷിക്കുന്നതുകൊണ്ട് തട്ടകത്തിന് ഐശ്വര്യവും അഭിവൃദ്ധിയും വർദ്ധിക്കുന്നതായി AK സതീഷ് കുമാർ പറഞ്ഞു. ഉത്രാളിക്കാവ് പൂരം കുമരനെല്ലൂർ ദേശത്തിന് എഴുന്നള്ളിക്കുന്ന തിടമ്പ് ഇരിക്കുന്നത് ഞങ്ങളുടെ തറവാട്ടിലാണ്. അയ്യത്ത് കിഴക്കേക്കര തറവാട്ടിൽ 74ഓടുകൂടി നിർമ്മിച്ചതാണ് ഈ തിടമ്പ്. അതുവരെ ഈ തിടമ്പ് വാടകയ്ക്ക് എടുത്തിട്ടായിരുന്നു ദേശം എഴുന്നള്ളിച്ചിരുന്നത്. അതിൽ നിന്നും വിഭിന്നമായി അതുണ്ടാക്കുകയും അത് ഇവിടുത്തെ മച്ചിൽ സൂക്ഷിക്കുകയും ചെയ്യണം. സൂക്ഷിക്കുക മാത്രമല്ല, അതിൻ്റെ ഒരു ഐശ്വര്യവും അതിൻ്റെ ചൈതന്യവും നിലനിർത്തുന്നതിനായി 24 മണിക്കൂറും കത്തുന്ന കിടാവിളക്കും അതിൻ്റെ മുന്നിൽ അതിനുമായി ബന്ധപ്പെട്ട ദൈവികമായ എല്ലാ പരിപാലനവും എൻ്റെ അമ്മ നിർവഹിച്ചു വരികയാണ് ഇതേവരെ. ഉത്രാളിക്കാവ് പൂരം ദിവസം അന്ന് കാലത്ത് ഇവിടെ നിന്നും കമ്മിറ്റിക്കാർ വന്ന് പൂരം എഴുന്നള്ളിക്കുന്നതിനെ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും കാലത്ത് അതിൻ്റെ ചൈതന്യം, ഭഗവതിയുടെ ചൈതന്യം ആവാഹിക്കുന്ന തിടമ്പിൻ്റെ വാൽക്കണ്ണാടി കാലത്ത് അമ്മ അമ്പലത്തിലേക്ക് കൊണ്ടുപോവുകയും ആ പ്രഭാമണ്ഡലത്തിലേക്ക് ഭഗവതിയെ ആവാഹിച്ചതിന് ശേഷം ആ തിടമ്പൽ ആ പ്രഭാമണ്ഡലം കയറ്റിയാണ് ആനപ്പുറത്ത് കയറ്റി കുമരനെല്ലൂർ ദേശത്തിൻ്റെ കോലം എഴുന്നള്ളിക്കുന്നത്. ആ ചടങ്ങുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് തിടമ്പ് ഇറക്കുമ്പോൾ, പ്രഭാമണ്ഡലത്തോടുകൂടി തിടമ്പ് ഇറക്കുമ്പോൾ ആ പ്രഭാമണ്ഡലം അമ്പലത്തിൽ സൂക്ഷിക്കുകയും പിറ്റത്തെ വെള്ളിയാഴ്ച തിരിച്ച് ആവാഹിച്ചതിന് ശേഷം പിറ്റത്തെ വെള്ളിയാഴ്ച ആ പ്രഭാമണ്ഡലം തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരികയും ചെയ്യും.
കോലം തിടമ്പ് പൂരം കഴിഞ്ഞ പിറ്റേ ദിവസം ബുധനാഴ്ച നിന്ന് വരുമെങ്കിലും പ്രഭാമണ്ഡലം അമ്പലത്തിൽ സൂക്ഷിച്ചതിന് ശേഷം തിരിച്ചാവാഹിച്ച് വെള്ളിയാഴ്ച മാത്രമേ തിരിച്ചു കൊണ്ടുവരികയുള്ളൂ. അത് വർഷങ്ങളായി നടന്നു വരുന്ന ഒരു ചടങ്ങുമാണ്. പിന്നെ കോലം ഇതുപോലെ കെടാവിളക്കായി സൂക്ഷിക്കുമ്പോൾ അത് എന്തൊക്കെ പറഞ്ഞാലും ശരി, ഉത്രാളിക്കാവ് അമ്പലവുമായിട്ടുള്ള ഈ തറവാടിനുള്ള അഭേദ്യമായ ബന്ധമാണ് അത് നിലനിൽക്കുന്നത്. ഉത്രാളിക്കാവ് അമ്പലത്തിൽ മുന്നേ ഉണ്ടായിരുന്ന ഒരു പൂവമരം കൊടുങ്കാറ്റിൽ വീഴുകയും അതിന് ശേഷം അമ്മയുടെ അമ്മാവനായിരുന്ന ചിന്നൻമേനോൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാർന്നരി തറവാട്ടിലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ നട്ടുപിടിപ്പിച്ച് ഉണ്ടാക്കി അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ട മരമാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്ന പൂമരം. അതുപോലെ തന്നെ അതിന് ചുറ്റും പാകിയ കല്ലുകൾ, ഇതെല്ലാം കോമരം വരെ പറഞ്ഞിട്ടുള്ള അറിവുകളാണ് നമുക്കുള്ളത്. എന്നും ഒരു ധ്യാനനായി അവിടുത്തെ ഒരു ഭഗവതിനെ പരിപാലിച്ച് പോരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതിനുശേഷം പൂരവുമായി ബന്ധപ്പെട്ട് ശങ്കുണ്ണി മേനോനും എൻ്റെ അമ്മാവൻ അരിന്തകൃഷ്ണ മേനോനൊക്കെ പൂരങ്ങളിൽ ഉൾപ്പെട്ടുകൊണ്ട് വളരെ അധികം പ്രയത്നിച്ച് ഈ കുമരല്ലൂർ ദേശത്തിൻ്റെ പൂരത്തെ വളർത്താനും ശ്രമിച്ചു പോന്നു. ഉത്രാളിക്കാവ് പൂരമായിട്ടും ഉത്രാളിക്കാവ് അമ്പലമായിട്ടും ഏതു കാലത്തും ബന്ധം സൂക്ഷിച്ചു പോന്നിരുന്ന ഈ കുടുംബം, 400 വർഷത്തെ പഴക്കമുള്ള ഈ തറവാട് ഇന്നും അത് സൂക്ഷിച്ചു പോരാൻ സാധിക്കുന്നത് ഭഗവതിയുടെ കടാക്ഷം കൊണ്ട് മാത്രമാണ്. ഉത്രാളിക്കാവ് ഭഗവതിയുടെ കടാക്ഷം എന്നും ഞങ്ങൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. പണ്ട് വാടകയ്ക്കെടുത്താണ് കോലം എഴുന്നള്ളിച്ചിരുന്നത്. 1975 കുമരനെല്ലൂർ ദേശം കോലം സ്വന്തമാക്കിയത്. അന്നു മുതൽ ഇന്നേ വരെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുകയാണ് ഭഗവതിയുടെ കോലത്തെ കുമരനെല്ലൂർ ദേശത്തെ അയ്യത്ത് കുടുംബം.